ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുനിതാമിയാണ്. ഇന്ന് നമ്മുടെ തൊടിയിൽ കാണുന്ന ഒരു മെഡിസിനൽ ചീരയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മലയോര പ്രദേശങ്ങളിൽ ഇത് കാണാൻ സാധിക്കില്ല. ഇത് നമ്മുടെ എന്താ പറയുക, വയൽ പ്രദേശം, വയൽ അങ്ങനെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ഇത് നന്നായിട്ട് നമുക്ക് വളർന്നു വരുന്നതായിട്ട് കാണാം. ഇതിൻ്റെ പേരാണ് പൊന്നാങ്കണ്ണി എന്ന ചീരവർഗത്തിൽ പെടുന്നത്. നിങ്ങൾ ഈ സസ്യത്തെ പല ഏരിയയിലും കണ്ടിരിക്കും. ഇതുപോലെയുള്ള പല വെറൈറ്റി ഇനങ്ങളിൽ പെടുന്ന പൊന്നാങ്കണ്ണിയെ നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ ഒറിജിനൽ പൊന്നാങ്കണ്ണിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഇതിലൊരു വൈറ്റ് പൂവുണ്ട്, ചെറുതായിട്ടൊരു എന്താ പറയുക, ചെണ്ടുമല്ലി പോലുള്ള ചെറിയ വൈറ്റ് പൂവാണ് ഇതിൽ കാണുന്നത്. ഇതുപോലെയുള്ള വേറൊരു സസ്യമുണ്ട് വഴിയോരങ്ങളിലൊക്കെ നിങ്ങൾ കാണുന്നത്. ശാഖകൾ ഒരുപാട് വള്ളി രൂപത്തിലൊക്കെ ആയി പോകുന്ന ചെടിയാണ്. ആ ചെടിയുടെ പൂവും ഇതേപോലെയുള്ള പൂവായിരിക്കും, പക്ഷെ അതല്ല, ഇതാണ് ഒറിജിനലാണ് കേട്ടോ. ഈ ചെടി കണ്ടില്ലേ, ഇത് ഞാനിപ്പോൾ പറഞ്ഞ പൊന്നാങ്കണ്ണി എന്ന ഔഷധ ചീരയുടെ അതേ രൂപത്തിലുള്ളതാണ്. പക്ഷെ ഇതൊരിക്കലും ഇപ്പോൾ ഇതിന്റെ ഔഷധ മൂല്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ കേരളത്തും ഇത് കൃഷി ചെയ്ത് വരികയാണ്. ഇവിടെ അവിടെ ആയിട്ട് ഈ ചീര നന്നായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ പൂവ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇതിന്റെ പൂവ്. മറ്റു ചെടിയെ പോലെ ഒത്തിരി ശാഖകളോ അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പൂവ് ഉണ്ടാവത്തില്ല. അപ്പൊ ഞങ്ങൾ താമസിക്കുന്ന ഏരിയ ഒരു വയലൊക്കെ ആയിട്ടുള്ള പ്രദേശമാണ്. അപ്പോൾ ഇവിടെ ഒന്നും ഇങ്ങനെ നല്ല ഈർപ്പമായിരിക്കുമല്ലോ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഈ ചീര കണ്ടുവരുന്നുണ്ട്. പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് ശുദ്ധീകരിക്കാനും ഈ പൊന്നാങ്കണ്ണി എന്ന ചീര വളരെ ഫലപ്രദമാണ്. ഇത് പൊന്നാങ്കണ്ണി ചീരയുടെ ചെറിയ ചെറിയ തരം വെറൈറ്റിയാണ് കേട്ടോ. ഇത് ഏറ്റവും ചെറിയ വെറൈറ്റിയാണ്. ഇപ്പൊ നമ്മൾ ഇതുവരെ കാണിച്ചത് അത് വലിയ വെറൈറ്റിയാണ്. ഇത് എല്ലാ പാടങ്ങളിലും ഇത് സമൃദ്ധമായി വളരുന്നുണ്ട്. ഈ ചീരയെ നമ്മുടെ ഭക്ഷണത്തോടൊപ്പം നമ്മൾ ചേർക്കുക. തോരനായിട്ടോ ഒക്കെ ചേർക്കുകയാണെങ്കിൽ ശരീരത്തിന് വളരെ നല്ലതാണ്. അതിനപ്പുറം കണ്ണിനാണ് ഏറ്റവും ഫലപ്രദമായ ഒരു ഔഷധം എന്ന് പറയുന്നത്. കണ്ണിന് വളരെ നല്ലതാണ്.